ബാപ്റ്റിസം ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷ നടക്കാറുണ്ട്. അത് കണ്ട് അവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പോയിട്ടുള്ള ചില ആളുകൾ ഈ ശുശ്രൂഷയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ അനുകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും പല കംപ്ലൈന്റുകൾ വന്നിരിക്കുന്നു. ഒന്ന്, തലയിൽ കൈവച്ച് പിന്നിലേക്ക് ഉന്തിയിടുന്നു, തല വട്ടം കറക്കുന്നു, മുട്ടുകുത്തിയുന്ന ആളെ പുറകിലേക്ക് ബലം പ്രയോഗിക്കുന്നു, പുറകില് നിന്ന് പിടിച്ചു വലിച്ച് താഴ്ത്തിക്ക് തട്ടിയിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിതാവായ ദൈവമേ, കർത്താവേ, ജേനീസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ സുവിശേഷ പ്രഘോഷണം കേൾക്കുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പഠിക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കുവാനും കർത്താവെ ഈ പ്രഘോഷണം സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകുന്നതിനെ ഓർത്ത് ദൈവം ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായം നമുക്ക് വചന പഠനത്തിനും വചന വിചിന്തനത്തിനും വചനത്തിൻ്റെ ആഴത്തിലൂടെയുള്ള യാത്രയ്ക്കും നമുക്ക് പ്രയോജനപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 8-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചടിച്ചു കൊണ്ടുപോയി വന്ന് തടവിലാക്കി. ഇവിടെ സാവൂൾ എന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ചാണ് പറയുന്നത്. പൗലോസ് സഭയെ നശിപ്പിക്കാൻ തീവ്രമായ ശ്രമത്തിൽ നടക്കുന്നു. സ്തെഫാനോസിന്റെ കൊലപാതകം നടക്കുന്നു. ആ സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങൾ, കൊല്ലാനായിട്ട് കടന്നു വന്ന ആളുകളുടെ വസ്ത്രങ്ങൾ ശേഖരിക്കുകയൊക്കെ ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്ത് ഇതിനുള്ള നിയന്ത്രണം പൗലോസിന്റെ അല്ലെങ്കിൽ സൗളിന്റെ കയ്യിലായി. ഇപ്പോൾ സാവൂൾ മാനസാന്തരപ്പെടുന്നതിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന 9-ാമത്തെ അധ്യായത്തിലാണ്. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നു. ആ വായിക്കുന്ന സമയത്ത് തന്നെ അതോടൊപ്പം പറയുന്നു, ജെറുസലേമിൽ നിന്ന് ചിതറിക്കപ്പെട്ടു പോയ ആളുകൾ, തീവ്രമായ പീഡ കാരണം ദേശം വിട്ടു പോയ ആളുകളിൽ ശിഷ്യഗണത്തിൽപ്പെട്ട പീലിപ്പോസ് ഉണ്ടായിരുന്നു. പീലിപ്പോസ് സമരിയ പ്രദേശത്തേക്ക് പോകുന്നു. സമരിയ ദേശത്ത് പോയി സുവിശേഷം പ്രഘോഷിച്ചു. സമരിയ ദേശത്ത് പോയി പ്രഘോഷിച്ചു എന്ന് പറയുമ്പോൾ സമരിയയുടെ ഭൂമിശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനെ യൂദയ, ഗലീലിയ, സമാരിയ എന്ന 3 പ്രദേശങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള ചരിത്രം പഠിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വിഭജനം അവിടെ ഉണ്ടായിരുന്നു. അതിൽ യൂദയ പ്രദേശത്തും ഗലീലിയ പ്രദേശത്തും യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് യാക്കോബിന്റെ 12 മക്കളും അതിന് പിന്നീട് 12 ഗോത്രങ്ങളായി മാറിയ ആളുകളും ജോസഫിന്റെ 2 മക്കളായ എഫ്രായിം, മനാസയുടെ ഗോത്രങ്ങൾ, ഇങ്ങനെ 11 മുഴുവൻ ഗോത്രങ്ങളും 2 അർദ്ധഗോത്രങ്ങളും ഉൾപ്പെടെയുള്ള 12 13 എന്ന് പറയുന്ന ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളാണ് ഗലീലി പ്രദേശത്തും യൂദയ പ്രദേശത്തും താമസിച്ചിരുന്നത്. എന്നാൽ സമരിയ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകൾ, യഹൂദരായിട്ടുള്ള ആളുകൾ വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കുകയോ യഹൂദരായിട്ടുള്ള പെൺകുട്ടികൾ വിജാതീയരായിട്ടുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളെ ദേശത്തുനിന്ന് പുറത്താക്കുകയും അങ്ങനെ പുറത്താക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് സമാരിയ എന്ന് പറയുന്നത്. ആ സമാരിയയിലുള്ള ആളുകൾക്കും യഹൂദരുടേത് പോലത്തെ വിശ്വാസം തന്നെയാണ് ഉള്ളതെങ്കിൽ പോലും അവർ ഈ പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമാണ് അവർ ആധ്യാത്മിക പാരായണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് പകരം ഗെരസിൻ മലയിൽ പോയിട്ടാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആചാരപരമായ വ്യത്യാസങ്ങൾ നിൽക്കുന്നു. വിജാതീയരാണ് നിൽക്കുന്നത്. ആ വിജാതീയരോട് പോയിട്ട് സുവിശേഷം അറിയിക്കാനായിട്ട് പീലിപ്പോസ് അവിടെ കടന്നു ചെല്ലുന്നു. മുൻപ് ക്രിസ്തു സമരിയക്കാരി സ്ത്രീയോട് സുവിശേഷം പറയും കുറേ ആളുകളൊക്കെ മനസ്സാന്തരപ്പെട്ടതാണെങ്കിലും പക്ഷെ പിന്നീട് അവർ തിരികെ അവരുടെ പഴയ വിശ്വാസത്തിലേക്ക് തന്നെ പോകുന്നു. പീലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. പീലിപ്പോസ് സമരിയ ദേശത്ത് പോയിട്ട് സുവിശേഷം അറിയിക്കുന്നു. അവരത് കേൾക്കുന്നു, അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നു. അവർ ശ്രദ്ധിക്കാനുള്ള കാരണം പിന്നീട് നമ്മൾ പറയാണ്. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങളെ ആവേശിച്ചതിനെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. പീലിപ്പോസ് വന്ന് സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിയിച്ചപ്പോൾ ശക്തിയോടുകൂടിയാണ്, അധികാരത്തോടുകൂടിയാണ് സുവിശേഷം അറിയിച്ചത്. ആ സുവിശേഷം കേട്ടപ്പോൾ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി.
എവിടെയെല്ലാം സുവിശേഷം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ശക്തിയോടുകൂടെ പ്രഘോഷിക്കപ്പെടുന്നു, അവിടെയെല്ലാം പൈശാചിക ശക്തികൾ സുവിശേഷം കേൾക്കുന്നവരിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത്, നീ കേട്ട സുവിശേഷം നീ ശുദ്ധിയുള്ളവനായി തീരട്ടെ എന്ന് പറയുന്നത്. നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. രണ്ടും കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഒന്ന്, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു, മുടന്തന്മാരും തളർവാദ രോഗികളും സുഖം പ്രാപിച്ചു. ഇല്ലെങ്കിൽ ഡെലിവറൻസ് സംഭവിക്കുന്നു, അതോടൊപ്പം ഹീലിംഗ് സംഭവിക്കുന്നു. ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയുടെ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് ഇത് വരുന്നത്. എവിടെയെല്ലാം സുവിശേഷം കേട്ട് പിശാചുക്കൾ പുറത്തുപോയോ ആ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട സ്ഥലങ്ങളിലെ തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിക്കുന്നു. കൂനിയായ സ്ത്രീയെ 18 വർഷത്തിന് ശേഷം യേശു സൗഖ്യമാക്കിയ സംഭവം നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കേട്ടതാണ്. ഇതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി തുടർന്ന് ആ ദേശത്തെ വിജാതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പിന്നീട് പറയുന്നത്. മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ട് ശിമോൻ എന്നവൻ ആ നഗരത്തിൽ ഉണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമാരിയ ദേശത്തെ വിസ്മയിപ്പിച്ചു. ഈ പാഫോസ് നഗരത്തിലെ എലിമാസ് എന്ന മാന്ത്രികനെ പോലെ ഈ നഗരത്തിലും മാന്ത്രിക വിദ്യ കൊണ്ട് ആളുകളെ വിസ്മയിപ്പിച്ച് താൻ വലിയവനാണെന്ന് പറഞ്ഞ് ഒരു കൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ചെറിയവർ മുതൽ വലിയവരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അവൻ വലിയ മാന്ത്രികനാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ, ഈ ശിമയോനെ ചോദ്യം ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല. ഇദ്ദേഹം പറഞ്ഞ എല്ലാവരും അനുസരിച്ചു കൊണ്ട് ഇരുന്നിരുന്നു. ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിച്ചിരുന്നതിലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോകുന്നത്. അപ്പോൾ വളരെ കാലങ്ങളായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മന്ത്രവാദം ഉപയോഗിച്ചുകൊണ്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് ശിമോനാണ് ആ നാട്ടിലെ പ്രമാണിയായി നിൽക്കുന്നത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും ആർക്കും ധൈര്യമില്ല നിൽക്കും. എന്നാൽ പീലിപ്പോസ് അവിടെ കടന്നു ചെല്ലുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷപ്പോൾ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഈ മന്ത്രവാദിയുടെ എല്ലാ അഭ്യാസവും പീലിപ്പോസിന്റെ ഒറ്റ പ്രഘോഷണം കൊണ്ട് അവസാനിച്ചു. എത്ര ശക്തമായ സുവിശേഷ പ്രഘോഷണമാണ് നടത്തിയിരിക്കുന്നത് ഞാൻ ആലോചിച്ചു പോകണം. ദൈവരാജ്യത്തെക്കുറിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഒന്ന്, ദൈവരാജ്യത്തെക്കുറിച്ച്. രണ്ട്, യേശു ക്രിസ്തുവിന്റെ നാമം, എല്ലാ നാമങ്ങൾക്കും മേലായ നാമം. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പീലിപ്പോസ് പ്രസംഗിക്കുന്നു. ആ പ്രസംഗം കേട്ട സമയത്ത് സ്ത്രീ പുരുഷ ഭേദമെന്നെ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അവർ ഈ യേശുവിൽ വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയുടെ ഭാഗമായി അവർ മാറി. അടുത്ത വാക്യത്തിൽ പറയാണ്, ശിമയോൻ പോലും വിശ്വസിച്ചു. അപ്പൊ മന്ത്രവാദം നടത്തി അത്ര കാലം ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന ആള് സുവിശേഷം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു, വിശ്വസിച്ചു. ഈ മാനസാന്തരപ്പെട്ട് വിശ്വാസത്തിൽ വന്ന ആളുകളെ എല്ലാവരെയും നമ്മൾ വിശ്വസിക്കരുത്. ദൈവം അവർക്കൊരു മനസ്സാന്തരം കൊടുത്തെങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ചില സ്വഭാവങ്ങൾ, രൂഢമൂലമായി കിടക്കുന്ന ചില കാര്യങ്ങൾ, ആഴത്തിൽ വേര് പൊതിഞ്ഞ് കിടക്കുന്ന ചില സംഭവങ്ങൾ അവിടെ കിടക്കും. ശിമോൻ വിശ്വസിച്ചു, ശിമോനും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പീലിപ്പോസിനെ കൂടെ ചേർന്നു. സംഭവിച്ചിരുന്ന അടയാളങ്ങളെപ്പോഴും കണ്ട് അവർ ആശ്ചര്യപ്പെടുത്തേ. ഈ ശിമോൻ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു മന്ത്രവാദം കൊണ്ട്. പക്ഷെ പീലിപ്പോസ് വെറുതെ യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തേ എന്ന് പറഞ്ഞ സമയത്ത് രോഗികൾ സുഖം പ്രാപിക്കുന്നു, പിശാചുക്കൾ വിട്ടു പോകുന്നു. ഇതെല്ലാം കണ്ട്, ഈ അത്ഭുത പ്രവർത്തികൾ കണ്ട് അവൻ, ഈ ശിമയോൻ ആശ്ചര്യപ്പെടുന്നത് എന്തും നടക്കണമെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. സമരക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിൽ അപ്പോസ്തലൻ പത്രോസിനെ യോഹന്നാനെ അവിടേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ള പരിശുദ്ധാത്മ സ്വീകരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആദ്യ കുർബാനയുടെ സമയത്ത് സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിക്കുന്ന പോലെ തന്നെ ഇവിടെ ദൈവവചനം സ്വീകരിച്ചു. ആ ദൈവവചനം സ്വീകരിച്ച സമയത്ത് പത്രോസും യോഹന്നാനും അവിടെ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. 17-ാമത്തെ വാക്യം, അവരുടെ മേൽ അവർ കൈകൾ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോസ്തലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കത്തക്കവണ്ണം ഈ ശക്തി എനിക്ക് തരിക. ഇവിടെയാണ് ഈ അപകടം നടക്കുന്നത്. ഈ പുതുവിശ്വാസികളെ ശുശ്രൂഷ ഏൽപ്പിച്ചാലുണ്ടാകുന്ന കുഴപ്പമാണ്. ചില ആളുകൾ ധ്യാനം കഴിഞ്ഞു വരുന്ന സമയത്ത് ചിലപ്പോൾ പ്രസംഗ പാഠവോ പ്രസംഗചാതുരിയോ സംഘാടക മികവോ സാമ്പത്തികമായ പിൻബലമോ ഒക്കെ ഉള്ള ചില ആളുകളാണെങ്കിൽ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ വലിയ ആവേശത്തോടുകൂടി വരും. അവർ ശുശ്രൂഷ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. ആ ആരംഭിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രലോഭനകരമായ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരത് ആ പ്രലോഭനത്തിൽ വീണു പോവുകയും ചെയ്യും.
ഒരു പക്വത വരാതെ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് കടന്നു വരാതിരിക്കുകയാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം എല്ലാവരും വിളിച്ചിട്ടുണ്ട്, പൊതുവായിട്ടുള്ളൊരു വിളി എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആഴത്തിലുള്ള ബോധ്യങ്ങളും വിശ്വാസം കിട്ടിയതിന് ശേഷം മാത്രമേ പരസ്യ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു ആത്മീയ പക്വത ആർജിച്ചതിന് ശേഷം മാത്രം പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ കാണുന്നത് മന്ത്രവാദിയായിരുന്നു, അത്ഭുതങ്ങൾ നടത്തുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, നാട്ടിലെ പ്രമാണിയായിട്ട് നടക്കുന്നു, ജനം മുഴുവൻ അവനെ ആദരിക്കുന്നു. പക്ഷെ പീലിപ്പോസ് വന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, യേശു നാമത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് എല്ലാവരും മനസ്സാന്തരപ്പെടുന്നു, എല്ലാവരും സഭയിൽ അംഗങ്ങളായി മാറുന്നു. എല്ലാവരും മാറിക്കഴിഞ്ഞപ്പോൾ ശിമോനും മാറി സംഘത്തിനോടൊപ്പം നിന്ന് ശുശ്രൂഷയൊക്കെ ചെയ്യാൻ തുടങ്ങി. ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പത്രോസും യോഹന്നാനും വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക കഴിഞ്ഞ സമയത്ത് ഒരു സംഭവം എന്താണ്? അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമോൻ അവർക്ക് പണം നൽകി കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ പേര് കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മ ലഭിക്കും വിധം ഈ ശക്തി എനിക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അത്ഭുതങ്ങൾ നടത്തിയിരുന്ന വ്യക്തി ഇപ്പോൾ കാണുന്ന സമയത്ത് അപ്പസ്തോലന്മാർ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പകർച്ച സംഭവിക്കുന്നു. ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് കണ്ട സമയത്ത് ശിമോൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചെന്താണ്, എനിക്കും ഈ ശക്തി വേണം. ചില വൈദികർ ഇപ്പോൾ കാകുളത്തെ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറായ ബെന്നീച്ചൻ കൈരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അഭിഷേക പകർച്ച നടക്കാറുണ്ട്, ഇമ്പാർട്ടേഷൻ ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷ നടക്കാറുണ്ട്. അത് കണ്ട് അവിടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പോയിട്ടുള്ള ചില ആളുകൾ, ചില ധ്യാന ടീമുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ശുശ്രൂഷ സംഘത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ശുശ്രൂഷയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ അനുകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും പല കംപ്ലൈൻറ്റുകൾ വന്നിരിക്കുന്നത്, ഒന്ന് തലയിൽ കൈവച്ച് പിന്നിലേക്ക് ഉന്തിയിടുന്നു, തല വട്ടം കറക്കുന്നു, മുട്ടുകുത്തിന്ന ആളെ പുറകിലേക്ക് ബലം പ്രയോഗിക്കുന്നു, പുറകിൽ നിന്ന് പിടിച്ചു വെച്ച് താഴ്ത്തിക്ക് തട്ടിയിടുന്നു. ഇങ്ങനെയുള്ള പല തെറ്റായിട്ടുള്ള പ്രവണതകൾ പലപ്പോഴും ഈ ശുശ്രൂഷകളിൽ കടന്നു വരികയാണ്. ഇവിടെ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് കാണുന്ന സമയത്ത് ഇന്നത്തെ ചില ചേട്ടന്മാരുടെ മുന്നവതാരമാണ് ഈ ശിമയോൻ. ആ ശിമയോൻ പറയുന്നു, ഞാൻ പണം തരാം. എന്തിനു വേണ്ടിയാണ് പണം തരുന്നത്? ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാൽ അവർക്ക് പരിശുദ്ധാത്മ ലഭിക്കും, ഈ ശക്തി എനിക്ക് തരിക. ഈ ശക്തി എനിക്ക് വേണം. എന്താണ്? ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾക്ക് പരിശുദ്ധാത്മാഭിഷേകം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൾ മറിഞ്ഞു വീഴും. ആൾ മറിഞ്ഞു വീഴുന്നതാണ് ഏറ്റവും വലിയ ആധ്യാത്മികത എന്ന് ഒരു തെറ്റായിട്ടുള്ള ധാരണ ഇന്ന് കരിസ്മാറ്റിക് മേഖലയിൽ പ്രചരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുന്ന സമയത്ത് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഡിസേണിംഗ് ദ സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പഠനമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പലതരത്തിൽ ഈ ആത്മപകർച്ച സംഭവിക്കും. ചില ആളുകളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. അത് കരയുന്നൊന്നല്ല, ആനന്ദ കണ്ണീരാണ്, ടീയേഴ്സ് ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലരുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. ചില ആളുകൾ ഒരു വെയിറ്റ്ലെസ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ശരീരത്തിനൊരു ഭാരമുണ്ട്. ഈ ഭാരം ഇല്ലാതെ ആവുന്നു. നമ്മളിങ്ങനെ വായുവിലേക്ക് പൊങ്ങിപ്പോകുന്ന പോലെയോ അല്ലെങ്കിൽ പറന്നു പോകുന്ന പോലെയോ ഒക്കെ നമുക്കൊരു അനുഭവ തലത്തിലേക്ക് വരുന്നു. ചില ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ വെള്ളം വീഴുന്ന പോലെയും വെള്ളം ഒഴുകുന്ന പോലെയും തോന്നുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് ജലം. ചില ആളുകൾക്ക് അവരുടെ ശിരസിലും നെറ്റിയിലും എണ്ണ ഒഴുകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടാകും. അഭിഷേകത്തിന്റെ പ്രതീകമാണ് എണ്ണ. ചില ആളുകൾക്ക് അവരുടെ ശരീരം ഭയങ്കരമായി ചൂട് പിടിക്കുന്ന പോലെ തോന്നും. ഒരു വിശദീകരണം സംഭവിക്കുകയും അല്ലെങ്കിൽ അഗ്നി കൊണ്ടുള്ള അഭിഷേകത്തിന്റെ പ്രതീകമാണ്. ചില ആളുകളുടെ ശരീരം തണുത്ത് മഞ്ഞ് പോലെയായി പോകുന്നു. അതും മറ്റൊരു തരം അഭിഷേകത്തിന്റെ പ്രതീകമാണ്. ഈ മന്ന വീണ് നിന്നത് മഞ്ഞിൽ കട്ടയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഐസ് കട്ടയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിട്ടാണ് മന്ന കിട്ടിയത്, തല്ലി പൊട്ടിച്ചിട്ടാണ് ഉള്ളിൽ നിന്ന് എടുത്ത് കഴിച്ചിരുന്നത്. അല്ലെങ്കിൽ ദാനിയേലിന്റെ സ്നേഹിതന്മാരായിട്ട 3 പേര് തീച്ചൂളയിൽ നിൽക്കുന്ന സമയത്ത് ജലകണങ്ങൾ കൊണ്ടുള്ള ഒരു പാളി നിർമ്മിച്ച് ഒരു ദൈവദൂതൻ അവരെ ശക്തിപ്പെടുത്താൻ ബലപ്പെടുത്താൻ കടന്നു വന്നതാണ്. അപ്പോൾ ഈ തണുപ്പ് അനുഭവപ്പെടുക ഇതും ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ചില ആളുകൾക്ക് വലിയ സന്തോഷം
തോന്നുന്നു, ചില ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യം തോന്നുന്നു, ശരീരത്തിൽ നിന്നൊരു ഭാരം ഇറങ്ങിപ്പോയ പോലെ അനുഭവം തോന്നുന്നു. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന സമയത്ത് പലതരത്തിലുള്ള അനുഭവ തലങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച കണ്ട സമയത്ത് ശിമിയോൻ എന്ന മന്ത്രവാദി ജ്ഞാനസ്നാനം സ്വീകരിച്ച സഭയിൽ അംഗമായി പീലിപ്പോസിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആൾ നേരെ ചെന്നിട്ട് ലീഡറോട് ചോദിക്കുകയാണ്, ഞാൻ കാശ് കൊടുത്തോണ്ടാണ്, ആദ്യം തന്നെ കാശ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കാശ് കൊടുത്താൽ കിട്ടുമെന്നല്ല ചോദിക്കുന്നത്, കാശ് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർച്ച സംഭവിക്കാൻ വേണ്ടി ഉള്ള കൃപ എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടും. പത്രോസ് പറയുന്നു, നിന്റെ വെള്ളിത്തട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. അപ്പം നമ്മൾ അടിസ്ഥാനപരമായ ആത്മീയ സത്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ല എന്ന ആത്മീയ രഹസ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. നീ വ്യാമോഹിച്ചു, ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ ശ്രമിച്ചത്. ദൈവത്തിൻ്റെ ദാനം കാശ് കൊടുത്ത് വാങ്ങുക. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, ഹൃദയത്തിൻ്റെ വ്യാപാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം പത്രോസിനെ ഈ ശിമോന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ചിട്ടില്ല, പൊറുക്കേണ്ടവരോട് പൊറുത്തിട്ടില്ല, അനുഗ്രഹിക്കേണ്ടവരെ അനുഗ്രഹിച്ചില്ല, സ്വാർത്ഥത മനസ്സിൽ നിന്ന് പോയിട്ടില്ല, സമ്പത്തിനെ കുറിച്ചുള്ള വിചാരം മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഇത്തരം ദുഷ്ടവിചാരം വിട്ടുപോകുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്, 1 നീ അനുദപിക്കുക, 2 പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. ഇങ്ങനെ ദൈവത്തിൻ്റെ ദാനങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്മാറുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. മാപ്പ് നീ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നിന്റെ തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്യുന്ന സമയത്ത് ദൈവം നിനക്ക് മാപ്പ് നൽകിയേക്കാം. മാപ്പ് നൽകിയേക്കാമെന്ന്, മാപ്പ് നൽകുമെന്നല്ല പറഞ്ഞത്, മാപ്പ് നൽകിയേക്കാം ഒരു പക്ഷേ എന്നുള്ള വാക്കാണ് വെച്ചത്. അതിൻ്റെ കാരണം നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ കടുത്ത വിദ്വേഷം, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ചത് നടക്കാതെ പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന വിദ്വേഷം, കോപം, വെറുപ്പ്, വൈരാഗ്യം, ഇതെല്ലാം നിൻ്റെ ഉള്ളിലുണ്ട്. നീ 2 അനീതിയുടെ ബന്ധനത്തിലാണ്. നീതി അല്ലാത്തത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബന്ധനം. നമുക്ക് ബന്ധനം എന്ന് കേൾക്കുന്ന സമയത്ത് കയറിട്ട് കെട്ടുന്നതാണെന്നൊക്കെ ചില തെറ്റിദ്ധാരണ ചിലർക്ക് ഉണ്ടാകും. എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ബന്ധനം എന്ന് പറയുന്നത് അനീതി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബന്ധനം ഉണ്ടാകുന്നത്. ഈ ബന്ധനത്തിൽ നിന്ന് പ്രാർത്ഥനാ ശുശ്രൂഷ വഴി മാത്രമാണ് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ ലിയോ 13 മാർപ്പാപ്പ ക്രമീകരിച്ച പ്രാർത്ഥനകൾ, ധ്യാന കേന്ദ്രങ്ങളൊക്കെ ചെല്ലുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്നത്. ശിമോൻ മറുപടി, നിങ്ങൾ പറഞ്ഞത് എനിക്ക് സംഭവിക്കുക, എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ശിമോൻ തൻ്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടാനും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങുന്ന സമരിയക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം എപ്പോഴും ഒരു ഫിലിപ്പോസ് വന്ന് പ്രസംഗിക്കുന്നു, ജനം മാനസാന്തരപ്പെടുന്നു, അവിടെ അതിനെതിരുന്ന ശിമോൻ മാനസാന്തരപ്പെടുന്നു. മാനസാന്തരപ്പെട്ട ആളുകളുടെ ഇടയിൽ വീണ്ടും തിന്മ ഉണ്ടാകുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുന്നു, സുവിശേഷം ദേശത്ത് വ്യാപരിക്കുകയും ചെയ്യും. കടകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതാവായ ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് സത്യസുവിശേഷം കേൾക്കുവാനും മനസ്സിലാക്കുവാനും മാനസാന്തരപ്പെടുവാനും അതുവഴി ദൈവരാജ്യത്തിന് അംഗമായി ചെയ്താനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ.